കാബോ വെർദെ നിങ്ങളെന്തൊരു ടീമാണ്. അർജൻറ്റീന കൺഗ്രാറ്റ്സ്, റൗണ്ട് ഓഫ് 16 കടന്നിരിക്കുകയാണ്. പക്ഷേ കാബോ വെർദെ സ്റ്റോൾഡ് അവർ ഹാർട്ട്സ്. വാട്ട് എ ഗെയിം ഗൈസ്. എന്തൊരു കളിയായിരുന്നു ഈ മൂന്ന് പ്ലെയേഴ്സ്, എസ്പെഷ്യലി മൂന്ന് പ്ലെയേഴ്സ്. വൊസീഞ്ഞ, അതേപോലെ അവരുടെ ഗോൾ അടിച്ച കബ്രാൽ, അതേപോലെ അവരുടെ ഡിഫെൻസീവ് പ്ലെയർ ലോപ്പസ്. ഇവർ മൂന്ന് പേരും അവരുടെ അൾട്ടിമേറ്റ് മാക്സിമം പ്രൊഡക്ടിവിറ്റിയിൽ കളിച്ച ഒരു ഗെയിമായിരുന്നു കേട്ടോ ഇത്. ആൻഡ് ഫുട്ബോൾ ഫാൻസ് അല്ലെങ്കിൽ ഫുട്ബോൾ ഫാൻ എന്നുള്ള രീതിയിൽ നമ്മളെ എല്ലാവരെയും പുളകം കൊള്ളിപ്പിച്ച ഒരു മത്സരം തന്നെയായിരുന്നു കേട്ടോ ഇത്. അർജൻറ്റീനയ്ക്ക് ഇത്രയും പ്രഷറായിട്ടുള്ള ഒരു ഗെയിം ഇതുവരെ ഉണ്ടായിട്ടില്ല ഈ വേൾഡ് കപ്പിലെ ഈ റണ്ണിൽ എന്നുള്ളതാണ് സത്യം. ആൻഡ് പല വമ്പൻ ടീമുകളും പ്രഷറായിട്ട് ഓൾറെഡി തളർന്നു പോകേണ്ട, കാലുകൾ തളർന്നു പോകേണ്ട, മനസ്സും കാലും തളർന്നു പോകേണ്ട സമയത്ത് ഒരു കിടിലൻ ഗോളടിച്ചിട്ട് അവസാന വിസിൽ വരെ അർജൻറ്റീനയ്ക്ക് സമാധാനിക്കാൻ അവസരം കൊടുക്കാതെ കളിച്ച കാബോ വെർദെ തന്നെയാണ് ഈ വേൾഡ് കപ്പിലെ ദ ബിഗ്ഗസ്റ്റ് അണ്ടർഡോഗ്സ്. അപ്പോൾ നമ്മുടെ വീഡിയോയും കാര്യങ്ങളും ഇനിയും ഇഷ്ടം പോലെ നമ്മുടെ അക്കൗണ്ടിലുണ്ട്, ഇനി വരാനുണ്ട്. അപ്പോൾ നമ്മുടെ കാര്യങ്ങളൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ല എന്നുണ്ടെങ്കിൽ എന്തായാലും കമൻറ്റ് ചെയ്യുക. കളി തുടങ്ങുമ്പോൾ തന്നെ മയാമിയിലെ ഓൾറെഡി കളിച്ച് തഴക്കമുള്ള അല്ലെങ്കിൽ പഴക്കമുള്ള രണ്ട് കാലുകൾ ഓൾറെഡി അർജൻറ്റീനയിലുണ്ട്. ഒന്ന് നമ്മുടെ സാക്ഷാൽ ലയണൽ മെസ്സി ആൻഡ് രണ്ട് ഡീപോൾ. ഇവർ ഓൾറെഡി അർജൻറ്റീന നമ്മളൊരു ഈസി ഗെയിം ആയിരിക്കുമെന്ന് പലരും പ്രതീക്ഷിച്ചെങ്കിലും വൺ ടഫാണ്. അർജൻറ്റീനയ്ക്ക് ഇത്രയും ടഫസ്റ്റ് ആയിട്ടുള്ള ഒരു ഒപ്പോണൻസിനെ കിട്ടിയിട്ടില്ല എന്ന് തന്നെ വേണം പറയാൻ. ഫസ്റ്റ് ഹാഫിൽ കളിയുടെ തുടക്കത്തിൽ തന്നെ നമുക്കറിയാം കാബോ വെർദെ അത്രയും ഡിഫെൻസിൽ അത്രയും സ്ട്രക്ചേർഡ് ആയിട്ടുള്ള ഒരു ഗെയിമായിരുന്നു അവർ കാഴ്ചവെച്ചത്. അത് തുടങ്ങുമ്പോൾ തന്നെ നമുക്കറിയാമായിരുന്നു കാബോ വെർദെ ഇറങ്ങിയേക്കുന്നത്, അല്ലെങ്കിൽ ഇന്ന് ബൂട്ട് കെട്ടിയിട്ട് മയാമിയിൽ കാബോ വെർദെ ഇറങ്ങിയത് അവർക്ക് മരിച്ചു വീഴാനും അവസാന ശ്വാസം വരെ പൊരുതാനും വേണ്ടിയാണെന്ന് ആദ്യത്തെ മിനിറ്റുകളിൽ തന്നെ നമുക്ക് പ്രകടമായിരുന്നു കേട്ടോ. അങ്ങനെ 17ാമത്തെ മിനിറ്റോടെ അടുക്കുമ്പോഴാണ് മെസ്സിക്ക് അല്ലെങ്കിൽ അർജൻറ്റീനയ്ക്ക് ആദ്യ ഫൗള് കിട്ടുന്നത്. ആ ഫ്രീ കിക്ക് അടിക്കുമ്പോൾ നോർമലി കഴിഞ്ഞ കളികളിലെ ഫ്ലാഷ് ബാക്ക് ഇങ്ങനെ നമ്മുടെ പിന്നിൽ ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കും കേട്ടോ, മെസ്സി അടിക്കുന്ന ഗോൾ. പക്ഷെ അത് കയറിയില്ല. അത് കഴിഞ്ഞിട്ട് വീണ്ടും തുടരെ അറ്റാക്ക് ചെയ്യാൻ ശ്രമിക്കുകയാണ് കാബോ വെർദെ. ഡിഫെൻസീവ്, എന്തൊരു ഡിഫെൻസീവ് സ്ട്രക്ചറായിരുന്നു, പറയാതിരിക്കാൻ പറ്റില്ല കാബോ വെർദെയുടെ ഡിഫെൻസീവ് സ്ട്രക്ചർ. അങ്ങനെ മെസ്സിയുടെ ഗോൾ വരുന്നു, ദൈവപുത്രൻ അവതരിക്കുകയാണ്. തുടർച്ചയായിട്ട് 8 മത്സരങ്ങളിൽ ഗോളടിച്ചുകൊണ്ട് 20 ഗോളടിച്ചിട്ട് വേൾഡ് കപ്പിലെ ആദ്യമായിട്ട് 20 ഗോൾ തികയ്ക്കുന്ന പ്ലെയറായും ഈ വേൾഡ് കപ്പിലെ ടോപ്പ് സ്കോററായും 8 ഗോളുകൾ അടിച്ചുകൊണ്ട് ടോപ്പ് സ്കോറായിട്ട് മുന്നേറിക്കൊണ്ടിരിക്കുകയാണെന്നുള്ളതാണ് സത്യം. 7 ഗോള്. ആ ഗോള് നിങ്ങൾ അനലൈസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. കാരണം എന്താ വെച്ചാൽ മാർട്ടിനസിന്, ലിസാൻഡ്രോ മാർട്ടിനസിന് ഡിഫൻഡറാണ് ആ ബോൾ മെസ്സിക്ക് വെച്ച് കൊടുക്കുന്നത്. ആ ബോള് സെൻട്രൽ ലൈനിൽ നിൽക്കുകയാണ്, ലിസാൻഡ്രോ മെസ്സിനെ നോക്കുന്നുണ്ട്. മെസ്സി ഓഫ് സൈഡ് പൊസിഷനിലാണ്. അപ്പോൾ ബാക്ക് ലൈൻ മെസ്സിനെ ഓഫാക്കാൻ വേണ്ടിയിട്ട് അവരുടെ ലാസ്റ്റ് മാൻ കയറി വരുന്നുണ്ട്. മെസ്സി എന്താണ് ചെയ്തത്? മെസ്സി ഒരു യു ഷേപ്പ് ഓട്ടം ഓടുന്ന രംഗമാണ് നമ്മളവിടെ ഗോൾ ഉണ്ടാവാൻ വേണ്ടി കാണുന്നത്. ആൻഡ് അത് ലിസാൻഡ്രോ മാർട്ടിനസ് അത് വ്യക്തമായി കാൽക്കുലേറ്റ് ചെയ്ത് ആ ബോൾ അവിടെ എത്തിച്ചു എന്നുള്ളതാണ് സത്യം. ആ മാർട്ടിനസ് ആ ബോളൊന്ന് ഹോൾഡ് ചെയ്യുകയും മെസ്സിക്ക് ആ റണ്ണപ്പ് ഒന്ന് തിരിച്ചു വന്ന് ആ ഓഫ് ലൈനിൻ്റെ ഇപ്പുറത്ത് വന്നിട്ട് തിരിച്ച് ഓടിക്കയറാനുള്ള ടൈം ആൾ കൃത്യമായി ഹോൾഡ് ചെയ്തിട്ടൊരു ബ്രില്യൻ ബോളാണ് മെസ്സിക്ക് കൊടുത്തത്. മെസ്സി എവിടെയാണോ ലാൻഡ് ചെയ്യാൻ ആഗ്രഹിച്ചത് തളികയിൽ മാർട്ടിനസ് അവിടെ കൊടുത്തു എന്നുള്ളതാണ്. ആൻഡ് വാട്ട് എ ബ്യൂട്ടിഫുൾ ഫസ്റ്റ് ടച്ച്. ആ കാലുകൾ നമുക്കറിയണതാണ്, എന്തൊരു കിടിലൻ ഫസ്റ്റ് ടച്ച് ആയിരുന്നു അത്. ആൻഡ് സെക്കൻഡ് പോസ്റ്റിൽ അടിക്കുന്ന പ്രതീക്ഷ നിൽക്കുന്ന വൊസീഞ്ഞയുടെ ഐഡിയോളജി വരെ തെറ്റിച്ച ആ നിയറസ്റ്റ് പോസ്റ്റിലേക്ക് അടിച്ച് കയറ്റിയ ആ ഗോൾ. ഇറ്റ്സ് ലയണൽ മെസ്സി വൺസ് അഗെയിൻ അപ്പിയറിങ് ആസ് ഗോഡ് ഫോർ അർജൻറ്റീന. 1-0. ഇവിടെ നിന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് കാബോ വെർദെ ഇതിന് ശേഷം ഇനിയൊരു ഡിഫെൻസീവ് ഇതും അതേപോലെ ചാൻസ് കിട്ടിയാൽ ഒരു കൗണ്ടർ അറ്റാക്കിനും വേണ്ടിയായിരിക്കും പ്രതീക്ഷിക്കുന്നത്, അല്ലെങ്കിൽ അതിന് വേണ്ടിയായിരിക്കും വെയിറ്റ് ചെയ്യുമെന്ന് വിചാരിച്ച് കളി. അർജൻറ്റീന മുഴുവൻ ആത്മവിശ്വാസത്തോടെ കളിക്കുന്നു.
ഇതിൽ എടുത്തു പറയേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ആ ഹൈഡ്രേഷൻ ബ്രേക്ക് വരെ അർജൻറ്റീന ഒരു മന്ദഗതിയിലായിരുന്നു പോയെന്ന് വേണമെങ്കിൽ പറയാം. ബിക്കോസ് കാബ് വെർദെ വാസ് ഫൈറ്റിംഗ് വെരി ഹാർഡ്. ആ ഹൈഡ്രേഷൻ ബ്രേക്ക് കഴിഞ്ഞ ഉടനെ അവരെന്താണ് കലക്കി കുടിച്ചത് എന്ന് ഒരു ഐഡിയ ഇല്ല. കിഡിൽ ആൻഡ് കം ബാക്ക് ആഫ്റ്റർ ദാറ്റ് ഹൈഡ്രേഷൻ ബ്രേക്ക് കമ്പയറിങ് ടു ദ ഫസ്റ്റ് ഹാഫ് ഓഫ് ഹൈഡ്രേഷൻ ബ്രേക്ക്. അത് കഴിഞ്ഞ് ഫസ്റ്റ് ഹാഫ് വിസിൽ മുഴുങ്ങാണ് ആത്മവിശ്വാസത്തോടെ അർജൻറ്റീന ഡഗ്ഔട്ടിലേക്ക് അല്ലെങ്കിൽ അവരുടെ ഡ്രസ്സിങ് റൂമിലേക്ക് പോകുന്നു. കാബ് വെർദെ ഉറച്ച കോൺഫിഡൻസോടെ തന്നെ ആയിരിക്കണം ഉള്ളിലേക്ക് പോയിട്ടുണ്ടായിരിക്കുക. ബിക്കോസ് തിരിച്ചടിക്കാൻ പറ്റും എന്നുള്ള വിശ്വാസം തന്നെയാണ് അവരെ തിരിച്ചടിപ്പിച്ചത്. അങ്ങനെ സെക്കൻഡ് ഹാഫ് വരുന്നു. അങ്ങനെ മെസ്സി ഒരു ഗംഭീര ചാൻസ് 1-1 ചാൻസ് വോസീഞ്ഞനായിട്ട് കളയുന്നു. ബട്ട് അതിനു മുന്നേ, ആ ഗോളിന് മുന്നേ കാബ് വെർദെയുടെ ശക്തി നമ്മൾ അറിഞ്ഞു. വാട്ട് എ ടീം പ്ലേ. 1 ടച്ച് പാസ് ഇട്ടിട്ട് അർജൻറ്റീന ഡിഫൻസിനെ ബ്രേക്ക് ചെയ്തിട്ട് നേരെ ബോക്സിൽ വന്ന പന്ത് മെസ്സി എവിടെ നിന്നാണോ അടിച്ചത് അവിടെ നിന്ന് കുറച്ച് ഇപ്പുറത്ത് മാറി മാർട്ടിനസിനെ കബളിപ്പിച്ചുകൊണ്ട് ഒരു ഗ്രൗണ്ട് ബോൾ അയാൾ അടിച്ചപ്പോൾ, ഗ്രൗണ്ട് ബോൾ അടിച്ച ആളുടെ പേര് ദുവാർത്തെ, കാബ് വെർദെയുടെ ദുവാർത്തെ ആ ഗോൾ അടിച്ച് കയറ്റുമ്പോൾ വാട്ട് ആൻ ഇമോഷൻ. ഇത് ഒരു അർജൻറ്റീന ഹേറ്ററോ അല്ലെങ്കിൽ ഒരു ബ്രസീൽ ഫാനോ പോർച്ചുഗൽ ഫാനോ ആയിട്ട് ഞാൻ പറയുന്നതല്ല, ഒരു ഫുട്ബോൾ ഫാനായിട്ട് പറയുന്നതാണ്. വാട്ട് എ ഗോൾ. 1-1. അങ്ങനെ അതെ വീണ്ടും ആ 1-1 അവസരം കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞിട്ട് അപ്പം തന്നെ ബോക്സിന് വെളിയിലായിട്ട് കറക്റ്റായിട്ട് ഒരു ഫ്രീ കിക്ക് മെസ്സിക്ക് വരികയാണ്. വോസീഞ്ഞ വോൾ സെറ്റ് ചെയ്യുന്നതിൻ്റെ ഇടയിൽ ക്വിക്കായിട്ട് ആ ഫ്രീ കിക്ക് എടുക്കുകയാണ്. വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കുന്ന വോസീഞ്ഞ ഒരു സൈഡിൽ നിന്ന് പറന്നു വന്ന ആ ബോൾ അൺബിലീവബിൾ ആയിട്ടുള്ള ആംഗിളിൽ നിന്നാണ് തട്ടിയകറ്റിയത്. എന്തൊരു മനുഷ്യനാണ് നിങ്ങൾ. 40ാമത്തെ വയസ്സിലാണ് നിങ്ങൾ ഈ 39 വയസ്സുകാരനെ, ഒരു ലെജൻഡിനെ, ഒരു ആടിനെ, ഒരു ഗ്രേറ്റസ്റ്റ് ഓഫ് ഓൾ ടൈമിൻ്റെ ഫ്രീ കിക്ക്, പല ഗോൾ കീപ്പേഴ്സും യൂറോപ്പിൽ വെള്ളം കുടിക്കുന്ന ഫ്രീ കിക്കാണ് നിങ്ങൾ തട്ടിയകറ്റിയത്. വളരെ സിമ്പിളായിട്ട് നമുക്കത് തോന്നിയെങ്കിലും അയാളുടെ ആ എഫേർട്ട്, ആ ഡൈവ്, ആ സ്പോണ്ടേനിയസ് ആയിട്ടുള്ള വോസീഞ്ഞയുടെ മൂവ്മെൻറ്റാണ് നമ്മളവിടെ ശ്രദ്ധിക്കേണ്ടത്. അങ്ങനെ കളിയുടെ 80ാമത്തെ മിനിറ്റിലേക്ക് നീങ്ങുന്നതിന് തൊട്ട് മുന്നേ നമ്മൾക്ക് മനസ്സിലായി ദേ ആർ ബിൽഡിങ് പ്രഷർ അർജൻറ്റീനയുടെ ടീമിലോട്ടനീളം ബിൽഡ് ചെയ്യുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. അതോടൊപ്പം കാബ് വെർദെയുടെ ഫിസിക്കൽ പ്രസ്സും ഫിസിക്കൽ ആക്ടിവിറ്റിയും കൂടുന്ന ഒരു രംഗവും കണ്ടു. അങ്ങനെ 80ാമത്തെ മിനിറ്റിലേക്ക് നീങ്ങുമ്പോൾ ദേ വരുന്ന ഒരു കിഡിലൻ ബോൾ ബോക്സിൽ എൻസോ ഫെർണാണ്ടസ് അടിക്കാൻ റെഡിയായി നിൽക്കുമ്പോൾ കാബ് വെർദെയുടെ ലോപ്പസ് അവിടെ രക്ഷകനാവുന്നു. അയാളത് തട്ടിയില്ലെങ്കിൽ എൻസോ ഗോൾ അടിക്കേണ്ട ഒരു ഇതാണ്. ആളത് അടിച്ചതിന് ശേഷം ആളുടെ ഒരു റിയാക്ഷൻ ഉണ്ട്, ആ ഗോൾ കീപ്പറിനോട് ഇങ്ങനെ അടിക്കുന്ന ഒരു റിയാക്ഷൻ. ആൻഡ് ദാറ്റ് റിയാക്ഷൻ ഷോസ് us how കാബ് വെർദെ came to this match with the fighting mentality to give it all. എല്ലാം കൊടുക്കാൻ വേണ്ടിയാണ് കാബ് വെർദെ വന്നത്. യെസ്. അങ്ങനെ 90 മിനിറ്റ്സ് കഴിയുന്നു, എക്സ്ട്രാ ടൈമിലേക്ക് നീളുന്നു. എക്സ്ട്രാ ടൈം 8 മിനിറ്റാണ് നമ്മൾ ആലോചിക്കണം. അങ്ങനെ 2ാമത്തെ മിനിറ്റിൽ ആരും പ്രതീക്ഷിക്കാത്ത രീതിയിൽ, കാരണം ഇത്രയും നേരം അവർ മെസ്സിക്ക് ബോൾ കൊടുക്കുക കളിപ്പിക്കുക, മെസ്സിക്ക് ബോൾ കൊടുക്കുക കളിപ്പിക്കുക, അങ്ങനെ ആയിരുന്ന ഒരു സ്റ്റൈലെങ്കിൽ അതിന് വിപരീതമായിട്ട് മാർട്ടിനസിന് അവിടെ കാണപ്പെടുകയാണ് ബോക്സിൽ. ഈ സമയത്ത് ഒരു ഗ്രൗണ്ട് ബോൾ പ്രതീക്ഷിക്കുന്ന വോസീഞ്ഞനെ വീണ്ടും നിയർ പോസ്റ്റിലേക്ക് അടിച്ച് ബും എന്നൊരടി അടിച്ച് കയറ്റിക്കൊണ്ട് 2-1. വാട്ട് എ പ്ലെയർ മാർട്ടിനസ്. ഇന്ന് അർജൻറ്റീനയ്ക്ക് നിങ്ങൾ എല്ലാം കൊടുത്തു. ആൻഡ് എസ്പെഷ്യലി മാഞ്ചസ്റ്റർ യുണൈറ്റഡ് പ്ലേയേഴ്സ് ഇൻ ദിസ് വേൾഡ് കപ്പ് ആർ എക്സെപ്ഷണൽ എക്സെപ്റ്റ് 1 person ഫ്രം പോർച്ചുഗൽ. അത്രയേ ഉള്ളൂ. ബാക്കി എല്ലാവരും കിഡിലൻ കളിയാണ്. കാസമേറോ, ലിസാൻഡ്രോ മാർട്ടിനസ്, അമാദ് ഡിയാലോ. എന്തൊരു ഇത് മാഞ്ചസ്റ്ററിൻ്റെ എഫക്റ്റ് ആണോ ഇനി അറിയില്ല. ബട്ട് ദേ പ്ലേഡ് വെരി വെരി വെൽ. അങ്ങനെ അത് 103ാമത്തെ മിനിറ്റിൽ എക്സ്ട്രാ ടൈമിൻ്റെ അഡീഷണൽ ടൈമിൻ്റെ 103ാമത്തെ മിനിറ്റിൽ കബ്രാൽ ഇടത് വിങ്ങിലൂടെ വന്നിട്ട് അവിടുന്ന് ഒരു 1 സ്റ്റെപ്പ് എടുത്തിട്ട് ഒരു കർവ് ചെയ്തൊരു ഷോട്ട് മാർട്ടിനസിൻ്റെ പോസ്റ്റിലേക്ക് അടിക്കുമ്പോൾ മാർട്ടിനസിന് റീച്ച് ചെയ്യാൻ പറ്റിയില്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആലോചിക്കണം എന്താണ് ആ ഗോളിൻ്റെ ബ്യൂട്ടി, എന്താണ് ആ ഗോളിൻ്റെ പ്രസക്തി, ആൻഡ് ആരാണ് ആ ഗോൾ അടിച്ചത്? കബ്രാൽ. വാട്ട് എ ഗോൾ. 2-2. ലോകം ഇങ്ങനെ ഇരിക്കുന്ന ഇരിപ്പിടത്തുനിന്ന് എണീറ്റ് നിന്ന് കളി കാണാണ്. കാബ് വെർദെ, വാട്ട് യു ആർ ഡൂയിങ്. യു ഹാവ് ലെവൽഡ് the Argentina team who is ranking in the world number 1 football team and you are at 64.
എന്തൊരു കളിയാണ് നിങ്ങൾ കളിക്കുന്നത്. ആൻഡ് നിങ്ങൾ ജയിച്ചു ഈ കളി. നിങ്ങളാണ് ഈ കളി ജയിച്ചത്. ഫുട്ബോൾ ഫാൻസിൻ്റെ മുന്നിൽ നിങ്ങളാണ് ഈ കളി ജയിച്ചത്. ബട്ട് ഫൈനൽ സ്കോറിന് മുന്നേ, അതായത് അവസാന എക്സ്ട്രാ ടൈമിൻ്റെ രണ്ടാം പാദത്തിൽ, രണ്ടാം ഹാഫിൽ മെസ്സിയുടെ കോർണർ വരുന്നു, റൊമേറോ തട്ടുന്നു. പക്ഷേ അത് ഡിനെ എന്ന് പറയുന്ന അവരുടെ പ്ലെയറുടെ ഓൺ ഗോളായിട്ടാണ് ചിത്രീകരിച്ചേക്കുന്നത്. ഈ മത്സരം ഇപ്പം നിങ്ങൾ ഈ വീഡിയോ കണ്ടാൽ മനസ്സിലാവും, അർജൻറ്റീനയാണ് ഈ മത്സരം ജയിച്ചത്. മെസ്സി ഇന്നൊരു 3 റെക്കോർഡ് ഇട്ടു. ബട്ട് സ്റ്റിൽ നമ്മൾ കാബ് വെർദെനെ കുറിച്ച് സംസാരിക്കുന്നുണ്ടെങ്കിൽ അതാണ് അവരുടെ വിജയം. വാട്ട് എ ഗെയിം, വാട്ട് എ ബ്യൂട്ടിഫുൾ പീസ് ഓഫ് ഫുട്ബോൾ. ഒന്നും പറയാനില്ല. നിങ്ങൾ കാബ് വെർദെയുടെ കളി കണ്ടുവരികയാണെങ്കിൽ എന്തായാലും നിങ്ങൾ കമൻറ്റ് ചെയ്യുക, വാട്ട് ആർ യുവർ തോട്ട്സ് അബൌട്ട് കാബ് വെർദെ ആൻഡ് ദേ ആർ കമ്മിങ് ഫോർ അനദർ വേൾഡ് കപ്പ് നെക്സ്റ്റ് ഇയർ. ആൻഡ് ഇതിലും കൂടുതൽ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം എന്നുള്ള വിശ്വാസത്തോടെ നമ്മുടെ വീഡിയോ ഒക്കെ കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോ ആയിട്ട് കാണാം. പാക്കലാം.